എങ്ങനെയാണ് നമുക്ക് സുഹൃത്തുക്കൾ ഉണ്ടാകുന്നത്? അപരിചിതരായ വ്യക്തികളെ കണ്ട് നാം സംസാരിച്ച് പരിചയക്കാരാക്കുന്നു. നമ്മളുടെ സംഭാഷണം വളരുമ്പോഴാണ് പരിചയക്കാര് നമ്മളുടെ സുഹൃത്തുക്കളായിട്ട് മാറുന്നത്. നല്ല ഒരു സംഭാഷണ ശൈലി നമുക്ക് സ്വന്തമായി ഉണ്ടെങ്കിൽ ഏത് അപരിചിതനെയും നമുക്ക് സുഹൃത്താക്കി മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കും. അതേസമയം നമ്മളുടെ സംഭാഷണ ശൈലി മോശമാണെങ്കിൽ എന്താണ് സംഭവിക്കുക? നമ്മളുടെ നല്ല സുഹൃത്തുക്കൾ പോലും നമ്മളിൽ നിന്ന് അകന്നു പോകും. പണ്ഡിതനെന്നോ പാമരനെന്നോ എന്നുള്ള വ്യത്യാസമില്ലാതെ നമ്മളിൽ ഭൂരിഭാഗം പേർക്കും എന്ത്, ആരോട്, എപ്പോൾ, എങ്ങനെ പറയണം എന്നുള്ള കാര്യത്തിൽ വലിയ പിടിപാടില്ല. ഒരിക്കലും മറ്റു മനുഷ്യരുടെ ദുഃഖകരമായ അനുഭവങ്ങൾ അവരെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ പരസ്പരം കാണുമ്പോൾ ചോദിക്കരുത്. ഭൂരിഭാഗം പേരും അതാണ് ചെയ്യുന്നത്. ഒന്ന് രണ്ട് ഉദാഹരണങ്ങളിലൂടെ അത് വ്യക്തമാക്കാം. സ്വന്തം മകനോ മകളോ മരിച്ചുപോയ ഒരാളെ നിങ്ങൾ വഴിയിൽ വെച്ച് കാണുന്നു. ചിലപ്പോൾ 1-2 വർഷം കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ കാണുന്നത്. ആ സമയത്ത് നാം അവരോട് ചോദിക്കുന്ന ചോദ്യം, ആ മോൻ ഉള്ള സമയം എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് ഞാൻ വീട്ടിൽ വന്നപ്പോൾ യാത്ര അയക്കാൻ അവൻ ഗേറ്റിന്റെ അവിടെ വരെ വന്നു. അല്ലെങ്കിൽ മരിച്ചത് മകളാണെങ്കിൽ ചായയും പലഹാരവും ഒക്കെ കൊണ്ടുതന്ന് അങ്കിളെ ആന്റി കഴിക്കുക എന്ന് പറഞ്ഞ് ഞങ്ങളുടെ കൂടെ മോള് നിന്നു എന്നൊക്കെ പറഞ്ഞ് ആ മകളുടെ ഓർമ്മ വീണ്ടും അവരുടെ മനസ്സിലേക്ക് കൊടുക്കുമ്പോൾ കുറച്ചു നേരത്തേക്കെങ്കിലും അവർ ദുഃഖത്തിലേക്ക് ആണ്ടുപോവുകയാണ് ചെയ്യുന്നത്. രോഗം വന്ന് കിടക്കുന്ന ആൾക്കാരെ കാണാൻ വേണ്ടി പോകുമ്പോഴും ഇത്തരത്തിലുള്ള സ്നേഹാന്വേഷണങ്ങളുണ്ട്. ക്യാൻസർ കൊണ്ട് വളരെയധികം അതിന്റെ 4th സ്റ്റേജിൽ മരണത്തോട് മല്ലടിക്കുന്ന വ്യക്തിയെ കാണാൻ പോകുമ്പോൾ അവിടെ വെച്ചിട്ട് പറയും, ഞങ്ങളുടെ അമ്മാവിക്ക് അല്ലെ അപ്പച്ചിക്ക് അല്ലെ ചിറ്റപ്പന് അല്ലെ കൂട്ടുകാരന് ഇതേ ക്യാൻസർ ആയിരുന്നു എന്നൊക്കെ പറയും. അപ്പൊ അവര് വളരെ പ്രതീക്ഷയോടെ ചോദിക്കും, ക്യാൻസർ മാറിയ അനുഭവമാണോ പറയാൻ പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് വളരെ പ്രതീക്ഷയോടെ ചോദിക്കും. എന്നിട്ട് അപ്പോൾ നാം ഉത്തരം പറയും, 6 മാസം മുമ്പ് മരിച്ചുപോയി. മരണം പ്രതീക്ഷിച്ചിരിക്കുന്ന ആളിന്റെ മുമ്പിൽ അതേ രോഗം വന്ന് മരിച്ച ഒരാളിന്റെ കഥ പറയുമ്പോൾ ആ ആളിന്റെ ദുഃഖം വർദ്ധിക്കുകയല്ലേ ചെയ്യുക. ചിലപ്പോഴേ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കുടുംബ പ്രശ്നം കൊണ്ട് ആരെങ്കിലും ഒരാള് ഒഴിഞ്ഞു പോയിട്ടുള്ള ഒരു ഫാമിലിയിലുള്ള കുട്ടിയെ കാണുമ്പോൾ ആ കുട്ടിയുടെ അടുത്ത് അമ്മ പോയ കാര്യമോ അമ്മയുള്ള കാര്യമോ അല്ല അച്ഛനാണ് ഉപേക്ഷിച്ചതെങ്കിൽ അച്ഛനെ പറ്റിയിട്ടുള്ള കാര്യമോ ചോദിക്കുമ്പോൾ ആ കുഞ്ഞിന്റെ മനസ്സ് വേദനിക്കുകയല്ലേ ചെയ്യുക. വിവാഹം കഴിച്ചിട്ട് ഏറെ നാളായിട്ട് കുട്ടികളില്ലാത്ത ദമ്പതികളെ കാണുമ്പോൾ അവരുടെ അടുത്ത് കുഞ്ഞുങ്ങളായോ വിശേഷമുണ്ടോ എന്ന് ചോദിക്കുന്നത് സൗഹൃദ അന്വേഷണമല്ല, ശരിക്കും അവരെ വേദനിപ്പിക്കുന്നതാണത്. അതുകൊണ്ട് ഒരു തരത്തിലും, കൂടുതൽ ഉദാഹരണങ്ങളിലേക്ക് പോകുന്നില്ല, ഒരു തരത്തിലും ഇത്തരം സംഭാഷണങ്ങൾ നാം ചെയ്യാൻ വേണ്ടി പാടില്ല. അങ്ങനെ നാം ചെയ്യുമ്പോഴുള്ള കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, കോവിഡ് സമയത്ത് നാം മനുഷ്യരെ കാണുന്ന സമയത്ത് എന്ത് ചെയ്യും? അകന്നു മാറി പോകാൻ വേണ്ടിയിട്ട് നോക്കും. ഇടയ്ക്ക് ഒരു പനിയോ ചുമയോ ഉള്ള ആളാണെങ്കിൽ തീരെ നമ്മൾ അടുത്തോട്ട് പോവില്ല. പകർച്ചവ്യാധിയുള്ള ആളുകളെ എങ്ങനെയാണോ മനുഷ്യൻ ഭയക്കുന്നത്, അതുപോലെ ഇത്തരം സംഭാഷണ ശൈലിയുള്ള ആളുകൾ ഒഴിവാക്കും, മറ്റു മനുഷ്യർ ഒഴിവാക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള സുഖാന്വേഷണം നടത്താൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ് സംഭാഷണ ശൈലിയിൽ നാം ആദ്യം ശ്രദ്ധിക്കേണ്ട പാഠം. രണ്ടാമത് ശ്രദ്ധിക്കേണ്ട പാഠം, ഒരിക്കലും ഉപദേശിയുടെ റോള് നാം നമ്മുടെ ജീവിതത്തിൽ കെട്ടരുത്. ചില ആൾക്കാരുണ്ട്, എല്ലായിടത്തും കയറി എല്ലാവരെയും ഉപദേശിക്കും. എപ്പോഴാണ് നാം ഒരാളെ ഉപദേശിക്കേണ്ടത്? ഒരാള് ഉപദേശം അർഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം, നമ്മളുടെ അടുത്ത് ഒരു കാര്യത്തിൽ അവർ നമ്മുടെ ഒപ്പീനിയൻ ചോദിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. അല്ലാതെ നമ്മൾ ചാടിക്കേറി എല്ലാ കാര്യത്തിലും എല്ലാവരെയും ഉപദേശിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? എല്ലാരേക്കാളും മിടുക്കൻ ഞാനാണ്, എല്ലാ കാര്യത്തിലും അറിവുള്ളത് എനിക്കാണ് എന്നുള്ളൊരു ഈഗോ ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ഉപദേശിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് വരികയുള്ളൂ. ആഹാരം പോലും വിശന്നിരിക്കുന്ന മനുഷ്യനാണ് നാം കൊടുക്കേണ്ടത്. വിശപ്പില്ലാത്ത ആൾക്ക് എത്ര നല്ല ആഹാരം കൊടുത്താലും അയാൾക്ക് അത് കഴിക്കാൻ പറ്റില്ല. അതുപോലെയാണ് നമ്മളുടെ ഒരഭിപ്രായം ഒരാൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, അവർ ചോദിക്കുന്നുണ്ടെങ്കിൽ മാത്രം പറയുക. പലരും നമ്മളോട് ദുഃഖം പറയുന്നത് നമ്മളിൽ നിന്ന് ഒരു ഉപദേശം കിട്ടാൻ വേണ്ടിയിട്ടല്ല, നമ്മളിൽ നിന്ന് ഒരു പരിഹാരം കിട്ടാൻ വേണ്ടിയിട്ടല്ല. ദുഃഖം ഷെയർ ചെയ്യുമ്പോൾ അതിന്റെ ഭാരം കുറയും. കേട്ടിരിക്കാൻ ഒരാളിന് വേണ്ടിയിട്ടായിരിക്കും അവരത് പറയുന്നത്. അപ്പോൾ കേട്ടിരിക്കുക എന്നുള്ളത് മാത്രമാണ് നാം ചെയ്യേണ്ടത്. ഈ ഉപദേശം പോലെ തന്നെ ഉള്ള ഒരു ദുസ്വഭാവമാണ് കുറ്റപ്പെടുത്തൽ. ആളുകളുടെ ജീവിതത്തിൽ അവർക്ക് എന്തെങ്കിലും തിരിച്ചടി സംഭവിച്ച് അവർ ദുഃഖിച്ചിരിക്കുന്ന സമയത്ത് ഒരിക്കലും അവരെ കുറ്റപ്പെടുത്തരുത്. മദ്യപാനിയായിട്ടുള്ള ഒരാള് കരൾ സംബന്ധമായ രോഗം ബാധിച്ചിട്ട് സിറോസിസ് ലിവറായിട്ട് ബുദ്ധിമുട്ടുന്നു. ആ ആളെ കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് ഒരിക്കലും നിന്നോട് അന്നേ പറഞ്ഞതല്ലേ, കുടിക്കരുതെന്ന് പറഞ്ഞതല്ലേ, നീ അമിതമായിട്ട് മദ്യപിച്ചത് കൊണ്ടല്ലേ നിനക്ക് ഈ അവസ്ഥ വന്നത് എന്ന് പറയരുത്. വീട് വെച്ച് കടം കയറിയ ഒരാൾ ഒരു തവണത്തെ EMI അടയ്ക്കാൻ വേണ്ടി നിങ്ങളുടെ അടുത്ത് വായ്പ ചോദിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ കൊടുക്കാതിരിക്കുക. പക്ഷേ ഒരിക്കലും ആ സമയത്ത് ആ ആളിനെ ഉപദേശിക്കാൻ വേണ്ടി പോകരുത്.
അത്രയും വലിയ വീട് എന്തിനാ വെച്ചത്? നമ്മുടെ സാമ്പത്തികം അനുസരിച്ച് വേണ്ടേ വീട് വെക്കാൻ? ഇതൊന്നുമല്ല അവിടെ ചോദിക്കേണ്ടത്. നിങ്ങളുടെ അടുത്ത് ചോദിച്ചത് സഹായമാണ്. ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. കാരണം മനുഷ്യ മനസ്സ് വേദനിച്ചിരിക്കുന്ന സമയമാണ്. അവര് തന്നെ അവരുടെ പ്രവൃത്തിയാണ് അവരെ ദുരന്തത്തിലേക്ക് എത്തിച്ചതെന്ന് അവർക്കറിയാം. ആ ദുഃഖത്തിൽ ഇരിക്കുന്ന മനുഷ്യന് കൂടുതൽ ദുഃഖം പകർന്നു തരാൻ വേണ്ടിയിട്ടല്ല നിങ്ങളുടെ അടുത്തേക്ക് വന്നത്. ആശ്വാസം കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ഒരിക്കലും അവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ നാം പെരുമാറാതെ ഇരിക്കുക എന്നുള്ളതാണ്. അതായത് സംഭാഷണത്തിനകത്ത് നാം ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴും ശുഭാപ്തി വിശ്വാസം നിറയ്ക്കുന്ന സംഭാഷണമാണ് നാം ചെയ്യേണ്ടത്. ചില ആൾക്കാരോട് ചില കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ ആൾക്കാർ പറയില്ലേ, നിന്റെ ആ നാക്ക് പൊന്നായിട്ടിരിക്കട്ടെ എന്ന് പറയില്ലേ? അവർക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങൾ നാം പറയുമ്പോഴാണ് ആ നാക്ക് പൊന്നാകട്ടെ, സ്വർണമാകട്ടെ എന്നുള്ള അർത്ഥത്തിൽ അവർ മറുപടി പറയുന്നത്. അത്തരം ആത്മവിശ്വാസവും പ്രതീക്ഷയും ഒക്കെ കൊടുക്കുന്ന രീതിയിലുള്ള സംഭാഷണമാണ് നാം നടത്തേണ്ടത്. അങ്ങനെയുള്ളൊരു സംഭാഷണ ശൈലി നാം പഠിച്ചു വെച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒരു നല്ല സംഭാഷണം നടത്താൻ കഴിയുന്നില്ലെങ്കിൽ അവിടെ മിണ്ടാതിരിക്കുന്നതാണ് ഉചിതം.